ചെയ്തേ ഉള്ളൂ. അപ്പൊ ശോഭന മേഡം ഇങ്ങനെ വാക്പുണ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഓർത്ത് ഇത്ര സമയമായല്ലോ, ഇനിയിപ്പോ എപ്പോഴാണ് പറയുന്നത്, എന്നാലും ഓടി വരുമായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേന് ഇത്ര സമയമുണ്ട്. അപ്പൊ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയാം. കാരണം ഞാൻ കുറെ നാളുകളായി എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് നാളായി, എന്നാലും എന്റെ എക്സ്പീരിയൻസ് എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ ഇപ്പോഴും ഇങ്ങനെ പറയും, ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ഒന്നിങ്ങനെ കാണിക്കും. അപ്പൊ എല്ലാവരും എന്നോട് ഇങ്ങനെ പറയും, ഇങ്ങനെ കാണിക്കും. പക്ഷെ എനിക്കിപ്പോ ഇങ്ങനെ പറയാൻ പറ്റുന്ന നാണം പോലെയാ. പക്ഷെ എന്തായാലും എനിക്ക് ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ഇന്നൊരു ദിവസം ദൈവം ഒരുക്കി തന്ന ഈ റിസൾട്ട് പറയാൻ അനുവദിച്ച ദൈവത്തിന് ആദ്യമായി നന്ദി പറയുന്നു. കാരണം എനിക്ക് തൈറോയിഡ് ആയിരുന്നു. തൈറോയിഡ് വന്ന് തൊണ്ടയിൽ ഒരു മുഴയുണ്ടായിരുന്നു. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഈ മുഴ ഇങ്ങനെ ബൾജ് ചെയ്ത് ഇങ്ങനെ വലുതായി വരുന്ന കാണായിരുന്നു. അതുപോലെ തൈറോയിഡ് വന്ന് 150 mg ഗുളികയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് സുനിൽ സാറിനെയൊക്കെ ഞാൻ കണ്ടുമുട്ടുന്നത്, യാദൃശ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. അപ്പം ഇതിനു മുമ്പ് ഇങ്ങനെ തൈറോയിഡ് വന്ന് മുടിയൊക്കെ പോയി ഇങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ഞാൻ ഈ പ്രോഡക്റ്റ് ഞങ്ങളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ആയുർവേദത്തിന്റെ ഒരു പ്രോഡക്റ്റ് എന്റെ കയ്യിലുണ്ട്, വീട്ടിലോട്ടൊന്ന് വരാമോ, കുറെ പ്രോഡക്റ്റ് ഉണ്ടെന്ന് പരിചയപ്പെടുത്താന്ന് പറഞ്ഞു. അപ്പൊ ആയുഷിന്റെ ആണെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കതൊന്നും അറിയത്തില്ല എന്താണെന്നൊന്നും. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അപ്പൊ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, മുടി ഉണ്ടാകുന്ന വല്ല എണ്ണയുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞു, തരാന്നേ, അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നു. ചേച്ചി ബൃംഗരാജ് ഹെയർ ഓയിൽ എനിക്ക് കൊണ്ടു തന്നിട്ട് പറഞ്ഞു, ഇത് ഉപയോഗിച്ചാൽ മതി, മുടി ഉണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബൃംഗരാജ് ഹെയർ ഓയിൽ വാങ്ങി. അപ്പൊ എന്നോട് പറഞ്ഞു, നല്ലൊരു ലേഹ്യമുണ്ട്, ഒരു കവചപ്രാശം എന്ന് പറഞ്ഞ ലേഹ്യം എടുത്ത് കൊണ്ട് തന്നു. അപ്പൊ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. ലേഹ്യം വാങ്ങി, ബൃംഗരാജ് ഹെയർ ഓയിൽ വാങ്ങി, കഫ്നീല് വാങ്ങി, ഫേസ് ക്രീം, ഫേസ് വാഷ്, സോപ്പ്, അങ്ങനെ എല്ലാം കുറെ സംഭവങ്ങൾ ഒന്നും അറിയത്തില്ല. എന്തായാലും ചേച്ചി പറഞ്ഞ് ആ വാക്ക് വിശ്വസിച്ച് ഞാൻ അതെല്ലാം വാങ്ങി. ഒരു 4000 രൂപയോളം അടുത്ത് വരുന്ന പ്രോഡക്റ്റ് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നപ്പോ ഹസ്ബൻഡ് ചോദിച്ചത് എന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി തന്ന പ്രോഡക്റ്റ് അത് ഉപയോഗിച്ച് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ തലയിലെ മുടി മുഴുവൻ പോയി, കഷണ്ടി ആയിരുന്നു, മുഴുവൻ കഷണ്ടി ആയി പോയി. തൈറോയിഡ് വന്ന് ഒരു കെട്ട് മുടി അങ്ങനെ തലേന്ന് പൊക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ഞാൻ, ചേച്ചി ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നൊന്നും എന്നോട് പറഞ്ഞില്ല. ഞാൻ ഇതിന്റെ ഒരു ഹോൾ ഇട്ടിട്ട് ഞാൻ എണ്ണ ഒരു ശകലം എടുത്തിട്ട് ഓരോ ഡ്രോപ്പ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി, കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ നോക്കിയപ്പോഴത്തേന് 1 മാസം വരുമ്പോഴത്തേന് മുടി കൊഴിച്ചിൽ അങ്ങ് നിന്നു. അങ്ങനെ നോക്കിയപ്പോഴത്തേന് അത് കുഞ്ഞു മുടികളെല്ലാം ഇതിലെല്ലാം ഉണ്ടായി വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനെ കാണിച്ചു, ഇത് കൊള്ളാലോ, നല്ല പ്രോഡക്റ്റ് ആണല്ലോ, ഇതുകൊണ്ട് മുടി ഉണ്ടായെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ പോയ മുടികളെല്ലാം ഉണ്ടായി വന്നു. ഇങ്ങനെ മുടികളില്ല, ഇതിലിപ്പോ മുടിയെല്ലാം അങ്ങ് ചെന്നു, ഇനി കാണിക്കാൻ മുടിയൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ നല്ല റിസൾട്ട് കിട്ടി. അങ്ങനെ അതുപോലെ തന്നെ ഹസ്ബൻഡിന് ഭയങ്കര പല്ലുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോകാതിരുന്ന സാഹചര്യത്തിലാണ് റെഡ് പേസ്റ്റ് കയ്യിൽ കിട്ടുന്നത്. ആ പേസ്റ്റ് ഉപയോഗിച്ചപ്പോഴത്തേനും പല്ലുവേദനയ്ക്ക് നല്ല വ്യത്യാസം. എന്നോട് പറഞ്ഞു, പല്ലിലെ കറയൊക്കെ പോയി, ഇത് കണ്ടോന്ന് പറഞ്ഞു. അങ്ങനെ ഉപയോഗിച്ച്. അതുപോലെ കൊച്ചിന് അലർജി എന്ന് പറഞ്ഞാൽ ഒരു തുമ്മലിങ്ങി വന്നാല് ഒരു ടവലങ്ങ് നനഞ്ഞു കുതിരും, അതുപോലെ അടുത്തത് എടുക്കും. അങ്ങനെ ഒരു വല്ലാത്ത സൗണ്ടിലൊരു തുമ്മല തുമ്മുന്നത്. അങ്ങനെ സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ നിന്ന് അവനെയും കൊണ്ട് ഇറങ്ങാൻ സമയമില്ല. അങ്ങനെ ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു അവനെയും കൊണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ചേച്ചി തന്ന കവചപ്രാശവും കഫ്നീലും ഒക്കെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കൊടുത്തപ്പോഴത്തേനും ഇവന്റെ തുമ്മലിന് അങ്ങ് ഒരു ചെറിയ വ്യത്യാസം തുടങ്ങി. 1 മാസമൊക്കെ ആയപ്പോഴത്തേനും അങ്ങനെ ആ തുമ്മല് പൂർണ്ണമായിട്ട് അങ്ങ് മാറി. അങ്ങനെ അതൊരു നല്ല റിസൾട്ട്. അപ്പം ഞാൻ ഇങ്ങനെ എന്തായാലും എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ഈ ചേച്ചി എന്നോട് പറഞ്ഞു, ഇതിന്റെ അകത്ത് വർക്ക് ചെയ്യാൻ നല്ല പ്രോഡക്റ്റ് ഉൽപ്പന്നങ്ങളാ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി ഞാനിത് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ ചേച്ചി ഫോൺ വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഇരുന്ന് യാദൃശ്യമായിട്ട് ഒരു വീട്ടിൽ വെച്ച് സുനീൽ സാറൊക്കെ വന്നു. അപ്പൊ അവിടെ കുറച്ച് ഷൂ അങ്ങനെ കിടക്കുന്നു കണ്ടു. അത് ആരും അവരുടെ വീട്ടിൽ ഗസ്റ്റ് വന്നെന്ന് ഓർത്ത് ഞാൻ എത്തി നോക്കിയത്. അപ്പൊ സുനീൽ സാർ ഇങ്ങനെ ഇറങ്ങി വന്നു, ചേച്ചി എന്നാ കണ്ടു വിശേഷം, എവിടെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാൻ പരിചയപ്പെട്ടു. അപ്പൊ സാറിനോട് പറഞ്ഞു, ഞാനിങ്ങനെ ഈ എലമെന്റ്സിന്റെ പ്രോഡക്റ്റ് ഒക്കെ ഇങ്ങനെ MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്കത് മനസ്സിലായില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ പ്രോഡക്റ്റ് എന്നാന്ന് ചോദിച്ചു. പറഞ്ഞു ഇങ്ങനെ പ്രോഡക്റ്റ് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ എലമെന്റ്സിന്റെ പ്രോഡക്റ്റ് അത് ഉപയോഗിച്ച് എനിക്ക് മുടി ഉണ്ടായത് കണ്ടോന്നൊക്കെ കാണിച്ചു. അപ്പൊ സാർ എന്നോട് ചോദിച്ചു, ചേച്ചി ഇതിന്റെ അകത്ത് ID ഇടാമല്ലോ. ഞാൻ ചേച്ചിക്ക് ID ഇടുവാണെങ്കിൽ MRP പ്രൈസിലല്ലേ അവർ പ്രോഡക്റ്റ് തന്നെ, DP പ്രൈസ് ഞാൻ പ്രോഡക്റ്റ് ചേച്ചിക്ക് എടുക്കത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഇവരിങ്ങനെ എന്തെല്ലാം പറഞ്ഞു. സുനീൽ സാർ എന്റെ കുറെ കാര്യങ്ങൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പൊ ഞാൻ ഓർത്ത്, ഇവർക്ക് എന്തൊക്കെ അറിയാമല്ലോ, അപ്പൊ ഈ സാറ് കൊള്ളാലോ. അപ്പൊ എനിക്കിതൊന്ന് വിശ്വാസമായി. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പോലും ചോദിക്കാതെ അവിടെ തന്നെ എന്റെ ആധാർ എല്ലാം എടുത്തു കൊടുത്ത് ഞാൻ ID ഇട്ടു. അങ്ങനെ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോ അവിടെ വെച്ചാണ് എബ്രാഹിം കുര്യൻ സാറിനെ ഞാൻ പരിചയപ്പെടുന്നത്. എബ്രാഹിം കുര്യൻ സാർ എന്റെ ഹസ്ബൻഡിന്റെ ക്ലാസ്മേറ്റ് ആണ്. അതെല്ലാം ഞാൻ അവിടെ വെച്ചാൽ പരിചയപ്പെടുന്നത്. എബ്രാഹിം കുര്യൻ സാറ്, സന്തോഷ് സാറ്, അനീഷ് സാറ്, സുനീൽ സാർ, ഇത്രയും പേരാണ് അവിടെ വന്നിരുന്നത്. അപ്പൊ സാറിനോട് പറഞ്ഞു, എബ്രാഹിം കുര്യൻ സാറൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, കുഴപ്പമില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. എന്തായാലും എനിക്കത് വർക്ക് ചെയ്യാൻ യാതൊരു താല്പര്യം ഇല്ലായിരുന്നു. ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞാലും എനിക്ക് വർക്ക് ചെയ്യാൻ യാതൊരു താല്പര്യമില്ല. ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി, പക്ഷെ പ്രോഡക്റ്റ് കൊള്ളാൻ നല്ലത്, പക്ഷെ എനിക്ക് യാതൊരു കാരണവശാലും വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ ഇവരെന്നെ നിരന്തരം വിളിക്കും. അപ്പൊ ഞാൻ ഓടി വിളിക്കും. കാരണം എനിക്ക് മറ്റുള്ളവരോട് പറയാൻ യാതൊരു താല്പര്യമില്ല. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോഴത്തേനും 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 1 മാസം
ഞാൻ ഇരുന്നപ്പോൾ ഈ രാവിലെ ഈ വാക്പുണ്യം എന്ന പ്രോഗ്രാം തുടങ്ങി. ആ പ്രോഗ്രാമിൽ കയറാൻ പറഞ്ഞു സന്തോഷ് സാറ്, RTC ലീഡർ സന്തോഷ് സാർ എന്നെ നിരന്തരം വിളിക്കും. സാറിന്റെ സുനിൽ സാറിന്റെ നിർബന്ധം മൂലം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറും. അങ്ങനെ കയറി തുടങ്ങിയപ്പോഴത്തേക്ക് ഈ വാക്പുണ്യൊക്കെ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനൊരു ഫ്രിഡ്ജിന് മുകളിലാണ് അടുക്കളയിൽ ഈ ഫോൺ വെക്കുന്നത്. അപ്പൊ ഒരു ബുക്കും പേനായി ഞാൻ അവിടെ വെക്കും. ഓരോരുത്തരും റിസൾട്ട് വരുമ്പോൾ ഓരോ പ്രോഡക്റ്റിനും കൊടുത്ത കോമ്പിനേഷൻ ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ എഴുതി വെക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഓരോരുത്തർക്കും പ്രോഡക്റ്റ് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കൊടുത്തവർക്കൊക്കെ നല്ല റിസൾട്ടുകൾ വരാൻ തുടങ്ങി. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഈ തൈറോയിഡിന് വേണ്ടി പ്രോഡക്റ്റ് കഴിച്ചപ്പോൾ എന്റെ തൊണ്ടയിൽ മുഴ ഇങ്ങനെ ഇരിക്കുക, മുഴ ചുങ്ങുന്നില്ല. അപ്പൊ സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഈ മുഴ വളരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് സാറ് പറഞ്ഞു 95 എന്ന പ്രോഡക്റ്റ് എനിക്ക് കഴിക്കാൻ തൈറോയിഡിന്റെ പ്രോഡക്റ്റും 95 സാറ് പറഞ്ഞാൽ എനിക്ക് കഴിക്കാൻ മടിയായിരുന്നു. പക്ഷെ അന്നേരം സാറ് നിർബന്ധമായിട്ട് പറഞ്ഞത് കൊണ്ട് ഞാൻ അത് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ 95 കഴിച്ചപ്പോഴത്തേനും എനിക്ക് എന്റെ തൊണ്ടയിലെ മുഴ അങ്ങ് ചുങ്ങാൻ തുടങ്ങി. അതുപോലെ തന്നെ എനിക്ക് കൈമരപ്പ്. ഇപ്പൊ ഞങ്ങളിവിടെ നല്ല തണുപ്പുള്ള സമയമാണ്. ഈ തണുപ്പുള്ള സമയത്ത് ഞാൻ പാത്രമൊക്കെ കഴുകുന്നത് ചൂടുവെള്ളം എടുത്തു വെച്ചാണ്. വൈകിട്ട് പാത്രം കഴുകുന്നതും രാവിലെയും ചൂടുവെള്ളത്തിലാണ് കഴുകുന്നത്. പച്ചവെള്ളത്തിൽ തൊട്ട് പോട്ടെ കൈ ഇങ്ങനെ ഭയങ്കരമായിട്ട് മരിച്ച് കട്ട് കഴുകുക. രാത്രി കടന്നുറങ്ങാൻ പറ്റത്തില്ല. ഇങ്ങനെ കൈ ഇങ്ങനെ ഞെക്കി വിടണം. വിറവൊക്കെ രാവിലെ വരുമ്പോഴത്തെ ഇത്രയും ഇരിക്കും, മടങ്ങത്തില്ല. അങ്ങനെ ആണ് 95 കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കൈക്കില്ല അങ്ങ് നല്ല അയവായി. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ആ കൈമരപ്പ് ഉണ്ടായിട്ടില്ല. ഞാനിങ്ങനെ കത്തി പിടിക്കുവാണെങ്കിൽ കൈ താത്തിടും കൈ മരിച്ചിട്ട്. എനിക്ക് കത്തി പിടിക്കുമ്പോഴത്തേക്കും കൈ മരിക്കും. അതുപോലെ ബസ്സിൽ കയറിയ കൈ മരിക്കും, സ്കൂട്ടർ ഓടിച്ചാൽ കൈ മരിക്കും. ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നമേ എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ സ്കാൻ ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞു ആ മുഴ ഇപ്പൊ ചുങ്ങിപ്പോയല്ലോ, പിന്നെ എന്തിനാ മുഴ വളരുന്നുണ്ടെങ്കിൽ ബയോപ്സിക്ക് അയക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞു. ഇപ്പൊ മുഴയില്ല. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ എന്റെ കൊച്ചിന് ഫാറ്റി ലിവർ വന്നു. അത് അവന് +1 പഠിച്ചുകൊണ്ടിരുന്നപ്പോ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചിന് നെഞ്ചുരു വേദനയായിട്ട് ഇരിക്കുമെന്ന് വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവനെ സ്കൂളിൽ നിന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവന് ശ്വാസം എടുത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ECG എടുത്തു. ECGയിൽ ഒരു കുഴപ്പമില്ല. എക്സ്റേ എടുത്തു. പെട്ടെന്ന് പറയുന്ന സമയമില്ലാത്തതുകൊണ്ടാണ് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ സാറേ? അപ്പൊ അപ്പൊ എക്സ്റേ എടുത്തു. എക്സ്റേയിൽ ഒരു കുഴപ്പമില്ല. ECG എടുത്ത് ECGയിൽ ഒരു കുഴപ്പമില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇവന് ഒരു കുഴപ്പമില്ലെന്ന്. അപ്പൊ അവൻ പറഞ്ഞു അവന് ശ്വാസം എടുത്തിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ENT കാണിക്കാൻ പറഞ്ഞു വിട്ടു. അപ്പൊ പുറത്തിറങ്ങിയപ്പോൾ ഈ കൊച്ചു പറഞ്ഞു എനിക്ക് നടക്കത്തില്ലമ്മേ, കഥപ്പാണ്, കഥയ്ക്കുവാന്ന് പറഞ്ഞു. അപ്പൊ സാറിനെ ഞാൻ പെട്ടെന്ന് വിളിച്ചു. എനിക്കൊരു വിഷമം, കൊച്ചിന് ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ലെന്ന് പറഞ്ഞു, കൊച്ചിന് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് CTC ലീഡർ നമ്മുടെ ബഹുമാനപ്പെട്ട സുനിൽ സാറിനെ വിളിച്ചു. സാറിനോട് പറഞ്ഞു ചേച്ചി കൊച്ചിന് ഇന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചി എത്രയും പെട്ടെന്ന് കൊച്ചിന്റെ LFT ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഡോക്ടർ ഇതൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ സാറും തന്നെ ഇത് പറയുന്നത് പിള്ളേർക്കൊക്കെ ഉണ്ട്. അവന് 17 വയസ്സ് ഉണ്ടായിരുന്നു. അപ്പൊ സാറ് ഇങ്ങനെ പറയുന്നു. അപ്പൊ പിള്ളേർക്കൊക്കെ ഫാറ്റി ലിവർ വരുമോ? അപ്പൊ അങ്ങനെ എന്റെ ചിന്ത. അപ്പൊ എനിക്ക് മടി തോന്നി. അപ്പൊ സാറ് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇന്ന് ഉച്ച കഴിയുമ്പോൾ തന്നെ ചേച്ചി എന്റെ LFT ചെക്ക് ചെയ്ത് എന്റെ റിസൾട്ട് ഇട്ട് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊച്ചിനെ കൊണ്ടുപോയി LFT ചെക്ക് ചെയ്തു. എന്റെ റിസൾട്ട് വന്നപ്പോൾ SGPT ഒക്കെ 40 മതിയായിരുന്നത് 66 ഉണ്ട്. അവരിങ്ങനെ അടയാളപ്പെടുത്തി തന്നു. ഞാൻ സാറിന് പെട്ടെന്ന് ഇട്ട് കൊടുത്തു. സാറിനോട് പറഞ്ഞു ചേച്ചി എത്രയും പെട്ടെന്ന് നമ്മുടെ സപ്ലിമെന്റ് എടുത്ത് പൊട്ടിച്ചു കൊടുക്കുക, ചേച്ചി എന്തിനാ വിഷമിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു അതൊന്നും കൊടുക്കണ്ട, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സാറ് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിശ്വാസം, നമ്മുടെ പ്രോഡക്റ്റിനെയും ഭയങ്കര വിശ്വാസമാണ്. ആ വിശ്വാസവും സാറിന്റെ വാക്കിനെയും വിശ്വസിച്ച് പ്രോഡക്റ്റിനെയും വിശ്വസിച്ച് ഞാൻ എന്തായാലും ഹസ്ബൻഡ് പറയുന്നത് കേൾക്കാതെ ഞാൻ കൊടുത്തു. വന്നിട്ട് എബ്രാഹിം സാറിനെ കണ്ടപ്പോൾ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടാകാന്ന് പറഞ്ഞിട്ട് അവർ ഇതൊക്കെ കൊടുത്തോണ്ടിരിക്കുകയോ, എനിക്കിതൊന്നും അറിയണ്ടെന്നൊക്കെ പറഞ്ഞു. എന്തായാലും 10 ദിവസമായപ്പോഴത്തേനും സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി കൊച്ചല്ലേ റിസൾട്ട് ഒന്ന് നോക്കിക്കോ, കുറഞ്ഞോ നോക്കല്ലേ, നമുക്ക് ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. എന്തായാലും 10 ദിവസമായപ്പോഴത്തേനും ഞാൻ റിസൾട്ട് അവനെ കൊണ്ട് തന്നെ ഞാൻ നോക്കിച്ചു. റിസൾട്ട് കിട്ടിയപ്പോഴത്തേനും 20-ൽ താഴെയായി SGPT ഒക്കെ. അങ്ങനെ നല്ലൊരു റിസൾട്ട് കിട്ടി. അതുപോലെ തന്നെ എന്റെ അമ്മയ്ക്ക് ചെസ്റ്റിന് എന്നും നെഞ്ചുവേദനയാണ്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴെല്ലാം ECG എടുക്കും. അപ്പൊ ഡോക്ടർ ചോദിക്കും ECGയിൽ ഇങ്ങനെ വേരിയേഷൻ കാണുന്നുണ്ടല്ലോ, എത്ര ബ്ലോക്ക് വന്നു എന്നാ ചോദിക്കുന്നത്. നേരത്തെ ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ അമ്മയ്ക്ക് ഇങ്ങനെ നാക്കിന്റെ അടിയിൽ ഇടാനായിട്ട് ഒരു ഗുളിക കൊടുത്തു, വേദന വരുമ്പോൾ കഴിച്ചോണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഞാനിങ്ങനെ സുനി സാറിനെ വിളിച്ച് സംസാരിച്ചു. സാറിനോട് പറഞ്ഞു ചേച്ചി വെൽഹാർട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ വെൽഹാർട്ട് കൊടുത്തു. പിന്നെ ഡോക്ടർ പറഞ്ഞു എക്കോ എടുത്തോട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തൊടുപുഴ സെന്റ് മേരീസ് ഹോസ്പിറ്റലിൽ പോയി അമ്മയ്ക്ക് എക്കോ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല, ഇനി നാക്കിന്റെ അടിയിൽ ഇടുന്ന ആ ഗുളിക കഴിക്കുകയും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നല്ല റിസൾട്ട് കിട്ടി. പിന്നെ കൊടുക്കുന്നവർക്കെല്ലാം നല്ല റിസൾട്ടായി. അങ്ങനെ ഞങ്ങള് പിന്നെ ഒരു ചേച്ചിക്ക്
നടുവിന് വേദനയായിട്ട് ഞങ്ങളോട് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നിട്ട് ഒരാൾ പറഞ്ഞാണ് എന്റെ അനിയത്തിയാണ്, അവർക്ക് ഇച്ചിരി പ്രോഡക്റ്റ് കൊടുക്കാവോ എന്ന്, അടുത്തുള്ള വീട്ടിലെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നപ്പോ ചേച്ചിയോട് പറഞ്ഞു അവർ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷന് പോകാൻ ഡേറ്റ് റെഡി ആയിരിക്കുക. അപ്പൊ അവര് പറഞ്ഞു വേറെ ഒരു പ്രോഡക്റ്റോ വേറെ ഒരു സാധനം ഞങ്ങൾ ഉപയോഗിക്കത്തില്ല, എന്തായാലും നിങ്ങൾ വന്നതല്ലേ, ആ ചാമ്പിത്തൈലവും ജെല്ലും മാത്രം ഇങ്ങനെ തന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ അത് കൊടുത്ത് 1 മാസം കഴിഞ്ഞപ്പോഴത്തേനും അവർ വീണ്ടും വിളിച്ചു, എനിക്ക് അത് ഉപയോഗിച്ച് കഴിഞ്ഞു വേദനയ്ക്ക് ഒരു ചെറിയ ആശ്വാസം ഉണ്ട്, എന്നാൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ഒന്ന് തരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ പ്രോഡക്റ്റ് കൊണ്ടുപോയി അവർക്ക് കൊടുത്തു. നോവേദന ക്യാപ്സൂൾ, നാൽസ്യം, ന്യൂട്രലൈഫ്, അങ്ങനെ കുറെ പ്രോഡക്റ്റുകൾ അവർക്ക് കൊടുത്തു. ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വിശ്വസിച്ച് അവർ ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചു. ഇപ്പൊ ഏകദേശം 1 വർഷത്തോളം ആകുന്ന ആ ചേച്ചിക്ക് ഇന്ന് വരെ ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ ചേച്ചിക്ക് ഫ്രൂട്ട്സ് ഒന്നും കഴിക്കത്തില്ല. ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോഴത്തേനും വയറ്റിൽ വേദന, ഇങ്ങനെ ലൂസ് മോഷൻ ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു ഫ്രൂട്ട്സും കഴിക്കത്തില്ല. അപ്പൊ ചേച്ചി ഇപ്പൊ ഞങ്ങളോട് പറയുക എനിക്ക് എല്ലാ ഫ്രൂട്ട്സും ഇപ്പൊ കഴിക്കാൻ നിങ്ങളുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ചേട്ടന് കയ്യിൽ ഇങ്ങനെ പാട കെട്ടുമെന്ന് പറഞ്ഞു ഇവിടെ. അപ്പൊ പെട്ടെന്ന് ഒരു വേദന ഉണ്ടായി, പാട കെട്ടുക. ഡോക്ടർ പറഞ്ഞു ഇനി ഓപ്പറേഷൻ ചെയ്യണം, ഓപ്പറേഷൻ അല്ലാതെ ഇത് മാറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടന് അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ ചെന്ന് ആ ചേട്ടന് നെയർവ് എനർജി കൊടുത്തു, നാൽസ്യം, നോവേദന ക്യാപ്സൂള്, ചാമ്പിത്തൈല് ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേനും ചേട്ടന് 1 മാസമായപ്പോഴത്തേനും വേദന നല്ലപോലെ അങ്ങ് കൂടിയപ്പോഴത്തേനും ഞങ്ങൾ സാറിനെ വിളിച്ചു പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു അത് ചാമ്പിത്തൈലൊക്കെ നല്ലപോലെ ഇങ്ങനെ പുരട്ടിയിട്ട്, നോവേദന ജെല്ല് പുരട്ടിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് ചാമ്പിത്തൈലം നല്ലൊരു ചൂടാക്കി അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ചേട്ടൻ ഒരു തുണി ഇങ്ങനെ കെട്ടിയിട്ട് തുണിയിൽ ചാമ്പിത്തൈലം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ വെച്ചോണ്ടിരുന്നു. അങ്ങനെ ഇരുന്ന് ഇപ്പൊ ഒരു 3 മാസം ആയപ്പോഴത്തേനും ചേട്ടൻ പറയും ഇപ്പൊ ഞാൻ ഏലത്തിനൊക്കെ പണിയെടുക്കാൻ തുടങ്ങി, ഇപ്പൊ കൈക്ക് ഒരു പ്രശ്നമില്ല, ഞങ്ങൾ എന്തായാലും ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നില്ല എന്ന് തീരുമാനമെടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ മാസവും ഞങ്ങൾ കൊണ്ട് പ്രോഡക്റ്റ് കൊടുക്കും. അതുപോലെ തന്നെ ചേച്ചിക്ക് മുട്ടുവേദനയും നടുവേദനയും വന്നപ്പോ മുട്ടിന്റെ വേദന ചേച്ചിക്ക് ഈയിടെ മുട്ടുവേദന വന്ന് തേയ്മാനം വന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെ വേദന വന്നു, നമ്മൾ പ്രോഡക്റ്റ് കഴിച്ചിട്ടും അങ്ങ് വേദന കുറയുന്നില്ല, കഴിക്കാൻ തുടങ്ങി. അപ്പൊ സാർ എന്നോട് പറഞ്ഞു എരിക്കിന്റെ ഇല എടുത്തുകൊണ്ട് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് തേങ്ങാപ്പീര എടുത്ത് ഒരു തുണിക്കകത്ത് വെച്ച് കെട്ടിയിട്ട് ദോശക്കല്ലെ വെച്ചൊന്ന് ചൂടാക്കി ചാമ്പിത്തൈലത്തിൽ മുക്കി അവിടെ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു. വന്നിട്ട് ഞങ്ങൾ കോട്ടയത്തിന് പോയ വഴിക്ക് എരിക്കിന്റെ ഇലയൊക്കെ കൊണ്ട് അവരുടെ കൊടുത്തു. അവരങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോ തൊട്ട് അവർക്ക് കുറയാൻ തുടങ്ങി. ഇന്ന് ആ ചേച്ചിക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ ആ ചേച്ചി നല്ല ജോലിയൊക്കെ ചെയ്ത് നടക്കുന്നു. അതുപോലെ തന്നെ PHCയിലെ നേഴ്സുമാര്, പെട്ടെന്ന് നിർത്താം, PHCയിലെ നേഴ്സുമാര് അവർക്ക് എന്റെ ഹസ്ബൻഡിന്റെ കൂടെ പഠിച്ച ഒരു ബിന്ദു എന്ന് പറഞ്ഞ ഒരു സിസ്റ്റർ അവിടെ ജോലി ചെയ്യുന്ന റിട്ടയർ ആയി. ഇപ്പൊ സിസ്റ്റർ പറഞ്ഞു, തൃശ്ശൂരുള്ളവരൊക്കെ പറഞ്ഞു ഈ പ്രോഡക്റ്റ് നല്ലതാന്ന് പറഞ്ഞു. എന്റെ ഫ്രണ്ട്സ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അവര് പ്രോഡക്റ്റ് തരാമെന്ന് പറഞ്ഞു, നീ ഉപയോഗിക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ സിസ്റ്റർ പ്രോഡക്റ്റ് വേണമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു. അപ്പൊ നിങ്ങളുടെ കയ്യിൽ വാങ്ങുന്നുള്ളെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു. അങ്ങനെ സിസ്റ്റർ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഹസ്ബൻഡിന് ഷുഗറിനൊക്കെ പ്രോഡക്റ്റ് കൊടുത്തു, നല്ല കുറവുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പ്രോഡക്റ്റ് കൊടുത്തു. അപ്പൊ PHC ഞങ്ങൾ ചെന്നപ്പോ അവിടുത്തെ മെയിൻ സിസ്റ്റർ പറഞ്ഞു സിസ്റ്ററിന് HbA1c 9.5. അപ്പൊ നിങ്ങളുടെ പ്രോഡക്റ്റ് നല്ലതാണോ, കഴിക്കാവോ എന്ന് ചോദിച്ചു. പേടിക്കണോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ബിന്ദു സിസ്റ്റർ പറഞ്ഞു പേടിക്കേണ്ട, ധൈര്യമായിട്ട് ഉപയോഗിച്ചോളാം പറഞ്ഞു. അങ്ങനെ സിസ്റ്ററിന് ഡൈബാലൈഫ് കൊടുത്തു. സിസ്റ്റർ ഡൈബാലൈഫ് 2 നേരം ഉപയോഗിച്ചു, രാവിലെ 1 വൈകിട്ട് 1. അങ്ങനെ സിസ്റ്റർ ഉപയോഗിച്ചു. അതുപോലെ സിസ്റ്ററിന് തൊണ്ടയിൽ ഇങ്ങനെ നൊഡ്യൂൾസ്, തൈറോയിഡ് ആണ്, നൊഡ്യൂൾസ് വന്ന് 3 മുഴയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സിസ്റ്ററിന് ഞങ്ങൾ 95 കൊടുത്തു, തായ് ഹെൽത്ത് കൊടുത്തു, ബ്ലഡ് പ്യൂരിഫയർ കൊടുത്തു. അതുപോലെ വേദനയ്ക്കുള്ള നോവേദന ക്യാപ്സൂൾ, നാൽസ്യം ഒക്കെ നടുവിന് വേദനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെല്ലാം കൊടുത്തു. അപ്പൊ അങ്ങനെ സിസ്റ്റർ 3 മാസമായി. ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു HbA1c ടെസ്റ്റ് ചെയ്തപ്പോൾ 7 പോയിന്റ് ആയിട്ട് മാറിയെന്ന് പറഞ്ഞു. അപ്പൊ അത് നല്ലൊരു റിസൾട്ടാണ്. ഇന്നലെ സുനി സാറിനെ വിളിച്ച് പറഞ്ഞു. സാറ് പറഞ്ഞു ഇനി ഡൈബ 1 നേരം കഴിച്ചാൽ മതി, ഇനി 3 മാസം കൂടെ കഴിക്കാന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു. അപ്പൊ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ജിബി എന്ന് പറഞ്ഞൊരു സിസ്റ്റർ ഉണ്ട്, അവർക്ക് പാരമ്പര്യമായിട്ട് അവരുടെ വീട്ടിൽ എല്ലാവർക്കും ബ്രസ്റ്റിന് ക്യാൻസർ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു മാമോഗ്രാം ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ പ്രോഡക്റ്റ് നല്ലതാണെന്ന് വെച്ചാൽ അങ്ങനെ 95 ഒക്കെ കൊടുത്തു. സിസ്റ്റർ അത് കഴിച്ചു. സിസ്റ്റർ ഞങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ ഒരു ശരീരം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഹെൽത്ത് ഇൻസ്പെക്ടറാ സിസ്റ്റർ. അപ്പൊ HB ആണെങ്കിൽ 8 പോയിന്റ് കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ HB. അങ്ങനെ ഫീലിംഗ് സിറപ്പ് 95, കവചപ്രാശം, ന്യൂട്രലൈഫ്, അങ്ങനെ കുറെ പ്രോഡക്റ്റുകൾ സിസ്റ്ററിന് കൊടുത്തു. അങ്ങനെ സിസ്റ്റർ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇപ്പൊ സിസ്റ്ററിനെ കണ്ടാല് നല്ല കവളൊക്കെ വന്ന് നല്ല മിടുക്കിയായി സിസ്റ്റർ പറയുക. ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറയുക അങ്ങനെ ഒരു ഇങ്ങനെ ക്യാൻസറിൻ്റെതായ അങ്ങനെ ഒരു കുഴപ്പമേ ഇല്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരുന്നു എന്ന്. അങ്ങനെ സിസ്റ്റർ ഭയങ്കര വിശ്വാസമായി. അങ്ങനെ അതുപോലെ തന്നെ സിസ്റ്റർ പറയുക സിസ്റ്ററിന് എപ്പോഴും ടെൻഷനാണ്. അപ്പൊ ഞങ്ങൾ 5 സ്ട്രെസ് കൊടുത്തു. അപ്പൊ
ഓഫീസ് ഇവിടെ ജോലിക്ക് വന്നാലും ഭയങ്കര ടെൻഷനാണ്. അപ്പൊ ഫൈവ് സ്ട്രെസ് കഴിക്കാൻ തുടങ്ങി. ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേനും സിസ്റ്റർ പറയും ഇപ്പൊ എനിക്ക് ജോലിക്ക് വന്നാലും ഓഫീസിൽ വന്നാലും ഒന്നും എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല, എനിക്ക് ആ ടെൻഷനില്ല, എനിക്ക് മാറിപ്പോയി എന്ന് സിസ്റ്റർ പറഞ്ഞു. അങ്ങനെ നല്ല റിസൾട്ട് കിട്ടി. അതുപോലെ തന്നെ ഞങ്ങള് സിസ്റ്റർ ഇപ്പോഴും പ്രോഡക്റ്റ് കഴിച്ചുകൊണ്ടായിരിക്കുന്നത്. ഹെൽത്ത് ഇൻസ്പെക്ടറാ PHCയില്. അതുപോലെ തന്നെ ഞങ്ങൾ ഒരിടത്ത് പ്രോഡക്റ്റ് കൊടുക്കാൻ പോയപ്പോൾ ഒരു വീട്ടിൽ വഴി ചോദിക്കാനായിട്ട് കയറി. അപ്പൊ അവിടെ ചെന്നപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു എനിക്ക് മുട്ടിന് തേയ്മാനമോ ഭയങ്കര വേദനയായിട്ടിരിക്കുന്നു, നാളെ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി മുഹമ്മദ് റഫീഖിനെ കാണാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ നല്ല പ്രോഡക്റ്റ് ഉണ്ടെന്ന് ഉപയോഗിച്ച് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പ്രോഡക്റ്റ് കൊടുത്തു. PWD ജോലി ചെയ്യുന്ന. അപ്പൊ ഞങ്ങൾ പ്രോഡക്റ്റ് കൊടുത്തു. അപ്പൊ അന്നേരം ഞങ്ങളോട് പറയുന്നത് ദൈവമായിട്ടാണ് നിങ്ങളെ എന്റെ മുന്നേ കൊണ്ട് തന്നത്, നാളെ ഞാൻ കാഞ്ഞിരപ്പള്ളിക്ക് പോകാനിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങള് ഇപ്പൊ ആ സാറ് ഇപ്പൊ 4 മാസമായിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങും. പ്രോഡക്റ്റ് തീരുമ്പോൾ എബ്രാഹിം സാറിന്റെ വീട്ടിൽ വന്നുകൂടെ വാങ്ങിക്കൊണ്ട് പോകും. നല്ല റിസൾട്ട് ഉണ്ട്. പക്ഷെ മറ്റുള്ളവർ പറയും, നമ്മളെ കുറിച്ച് പറയും, ഈ ഞങ്ങളവിടെ പ്രോഡക്റ്റ് കൊടുക്കാൻ ചെന്നപ്പോ പറയുവാണ് കാട്ടിലൊക്കെ ഭയങ്കര ചർച്ചയാണ്, അവരെന്തോ ഫുഡ് സപ്ലിമെന്റ് കഴിക്കുന്നുണ്ട്. പക്ഷെ ബാബുവിന് ഒട്ടും കുറവില്ല, ബാബുവിന് ഭയങ്കര കൂടുതലാണെന്ന്. ആ കഴിക്കുന്ന ആള് കുറവ് കിട്ടിയ ആള് തന്നെ ഞങ്ങളോട് ആ സാറ് പറയുക. പക്ഷെ കുറവില്ലാന്നും കൂടുതലാന്നും ഞാൻ വേണ്ടേ പറയാൻ, എനിക്ക് നല്ല റിസൾട്ട് കിട്ടി, ഞാൻ അതുകൊണ്ടാണ് നിങ്ങളുടെ നിന്ന് വീണ്ടും വീണ്ടും വാങ്ങി ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാൻ പറയാതെ മറ്റുള്ളവർ ഇങ്ങനെയാ പറയുന്നതെന്ന്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കേണ്ടതെന്ന്. അതുകൊണ്ട് പുതുതായിട്ട് വന്നവരോട് എനിക്ക് പറയാനുള്ളത്, മറ്റുള്ളവർ നമ്മളെ നിരുത്സാഹപ്പെടുത്തും, നമുക്ക് പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ നിരുത്സാഹപ്പെടുത്തും. പക്ഷെ സത്യം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ പ്രോഡക്റ്റ് ദൈവാനുഗ്രഹപ്രദമുള്ള പ്രോഡക്റ്റ് ആണ്. ദൈവാനുഗ്രഹപ്രദമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ പ്രോഡക്റ്റ്. അതുപോലെ നമ്മുടെ പ്രോഡക്റ്റ് നമ്മള് കൈകളിലേക്ക് എത്തിച്ച നമ്മുടെ ലീഡർമാർക്ക് നമ്മൾ എപ്പോഴും നന്ദി പറയണം. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഈ വാക്പുണ്യം എന്ന പ്രോഗ്രാം എല്ലാവരും നിരന്തരം കേൾക്കണം. ഈ പ്രോഗ്രാം കേട്ടാൽ മാത്രം നമുക്ക് മുന്നോട്ട് വിജയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഞാൻ ഈ 2 വർഷം മിച്ചമായി ഈ വർക്ക് ഫുൾ ടൈമായി ഏറ്റെടുത്ത് ചെയ്യുന്നു. കാരണം ഇത് ചെയ്യാൻ കാരണം ബഹുമാനപ്പെട്ട സുനീൽ സാർ എന്നോട് ചോദിച്ചു, ചേച്ചിക്ക് ഇത് ഫുൾ ടൈം ആയിട്ട് ചേച്ചിക്ക് ഒരു ജോലിയായിട്ട് ഇത് ഏറ്റെടുത്ത് ചെയ്യത്തില്ലേ എന്ന്. അപ്പൊ ആ വാക്ക് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ അത് കൊണ്ടു. കാരണം ഞാനും ഓർത്ത് ശരിയാ, ചേച്ചി രാവിലെ ജോലിക്ക് എപ്പോ പോകുന്നു അതുപോലെ പോയി വൈകിട്ട് തിരിച്ചു വരുന്ന പോലെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ സാറ് പറഞ്ഞ വാക്കിനെ ഏറ്റെടുത്ത് 2 വർഷം മിച്ചമായി ഇപ്പൊ ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. മറ്റുള്ളവരിലേക്ക് പ്രോഡക്റ്റുകൾ എത്തിച്ചു കൊടുക്കാൻ തുടങ്ങി. നിരവധി റിസൾട്ട് ഉണ്ട്. പൈൽസിന് ബ്ലഡ് പൊക്കോണ്ടിരുന്ന ആൾക്ക് പ്രോഡക്റ്റ് കൊടുത്ത് റിസൾട്ട് കിട്ടി. അതുപോലെ തന്നെ പറഞ്ഞാൽ തീരത്തില്ല, എല്ലാം ഒന്നും ഇപ്പോൾ പറയുന്നില്ല. അങ്ങനെ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. മറ്റുള്ളവർക്ക് നമുക്ക് പൈസ കയ്യിലെത്തുന്നതിനേക്കാളും പൈസ നമുക്ക് ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് ആണ് നമുക്ക് ഈ വർക്ക് ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങൾ. പക്ഷെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രോഡക്റ്റ് കൊടുക്കുന്ന ഒരാൾക്ക് ഒരു റിസൾട്ട് കിട്ടിയെന്ന് അവര് പറയുമ്പോൾ കിട്ടുന്ന ആ മനസ്സിന്റെ സന്തോഷം അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നിരവധി റിസൾട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ശക്തമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് വർക്ക് ചെയ്യുക. വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ എന്റെ റാങ്കുകളെല്ലാം ഞാൻ ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയ പിന്നെ എന്റെ റാങ്കുകളെല്ലാം പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. എനിക്ക് നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പം എന്നെ ഈ അവസരത്തിലേക്ക് എത്തിച്ച എന്റെ ബഹുമാനപ്പെട്ട സുനീഷ് സാറ്, ആർട്ടിസി ലീഡർ സന്തോഷ് സാറ്, അതുപോലെ തന്നെ എബ്രാഹിം കുര്യൻ സാറ് ഇപ്പോഴും കൂടെ ഉണ്ട്. സാറിന്റെ ഒരു വലിയ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടെ എത്താൻ പറ്റിയത്. അതുപോലെ തന്നെ അനീഷ് സാറ്, എല്ലാവർക്കും, അതുപോലെ എന്റെ ലൈഫ് ലൈൻസ് അവരെ ഞാൻ എന്റെ സ്വന്തം എന്റെ കുടുംബത്തിലെ അംഗം പോലെ, എന്റെ സഹോദരങ്ങളെ, എന്റെ ചേച്ചി